ഹലോ ഗൈസ്, അപ്പോൾ ഇന്നത്തെ ലഞ്ചിന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു നല്ല മീൻ കറിയാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ട ഉള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ ഞാൻ റെഡിയാക്കി മിക്സിയിൽ ഒന്ന് ചതച്ചെടുക്കാൻ വേണ്ടി വെച്ചേക്കുവാണ്. അപ്പോൾ ഒരു വശത്ത് നമ്മുടെ മീനെല്ലാം നല്ല ക്ലീൻ ആക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മാർക്കറ്റിൽ നിന്ന് നമ്മളിത് കട്ട് ചെയ്ത് വാങ്ങിച്ചതാണ്. പിന്നെ നമ്മൾ വീട്ടിൽ കൊണ്ടുവന്നിട്ട് നന്നായിട്ടൊന്ന് കല്ലിൽ വെച്ച് ഉരച്ചു, എന്നിട്ട് അതിൻ്റെ ആ ഒരു എന്താ പറയുക ഉളുമ്പൊക്കെ കളഞ്ഞു, അങ്ങനെ വൃത്തിയാക്കി വെച്ചേക്കുവാണ്. അപ്പോൾ ഇതാ നമ്മൾ ഉള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും ഒരുപാടുണ്ട് കേട്ടോ, അതെടുത്ത് നന്നായിട്ട് ചതച്ചു, നല്ല രീതിയിൽ ചതച്ചു കേട്ടോ. എന്നിട്ട് നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചു, അതിൽ ഇട്ടിട്ട് വഴറ്റുവാണ്. പച്ചമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നന്നായിട്ട് അതിൻ്റെ ഒരു പച്ച മണം അങ്ങോട്ട് മാറിക്കിട്ടണ വരെ നമുക്കതിലിട്ട് വഴറ്റാം. അപ്പോൾ ഇതുണ്ടല്ലോ നമ്മളുടെ കള്ളുഷാപ്പിലൊക്കെ കിട്ടുന്ന ആ ഒരു എന്താ പറയുക കൊടംപുളിയൊക്കെ ഇട്ട നല്ല എരിവൊക്കെ ഉള്ളൊരു മീൻകറിയില്ല, അതാണ് കേട്ടോ സംഭവം. അപ്പോൾ ഇതിലേക്ക് നന്നായിട്ട് നല്ല പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട് കേട്ടോ. അത് കഴിഞ്ഞതിന് ശേഷം നമുക്കതിലേക്ക് മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് മല്ലിപ്പൊടി, കുറച്ച് മുളക് പൊടി, ഇത്ര സാധനങ്ങൾ ചേർക്കുക. എന്നിട്ട് വീണ്ടും നന്നായിട്ട് ഇളക്കി അതിൻ്റെ ആ മുളകിൻ്റെ ആ ഒരു കുത്തലുണ്ടല്ലോ അതൊക്കെ ഒന്ന് മാറുന്നത് വരെ നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക കേട്ടോ. അപ്പോൾ അത് നല്ല ഒരു എന്താ പറയുക മുളക് മൂത്ത മണം ഉണ്ടല്ലോ അത് വരുന്നുണ്ട്. ഇനി നമുക്കതിലേക്ക് എന്താ പറയുക ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ നമ്മളിതിൽ തേങ്ങാപ്പാലൊന്നും ചേർക്കുന്നില്ല കേട്ടോ. അത് ഈ മീൻകറി ഉണ്ടല്ലോ ഒരു 3-4 ദിവസത്തേക്കൊക്കെ തിളപ്പിച്ച് വെച്ചാൽ അങ്ങനെ ഇരിക്കും. തേങ്ങാപ്പാൽ ഒഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ചീത്താവും. അപ്പോൾ നമ്മൾ ഇന്ന് നമ്മുടെ കള്ളുഷാപ്പിലൊക്കെ വെക്കുന്നത് പോലെയുള്ള അടിപൊളി മീൻകറിയാണ് കേട്ടോ വെക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതിലേക്ക് പുളിക്ക് ആവശ്യമായിട്ടുള്ള കൊടംപുളി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളുടെ മീൻ കഷ്ണങ്ങൾ ഓരോന്നേ പിറക്കി നമുക്കിനി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതിങ്ങനെ മുങ്ങിക്കിടക്കുന്ന വിധത്തിൽ ഇടുവാണ് കേട്ടോ. അപ്പോഴേക്കും ഒരു പൈനാപ്പിൾ ജ്യൂസ് റെഡിയാക്കി കേട്ടോ. അപ്പോൾ ഏട്ടൻ ഒരു വലിയ പൈനാപ്പിൾ ഉണ്ടായിരുന്നു, അത് ചെത്തിയെടുത്ത് ജ്യൂസാക്കി. അപ്പോൾ ഇടയ്ക്കൊരു ആശ്വാസത്തിനായിട്ട് അത് കുടിച്ചു. പിന്നെ പിന്നെയും നമ്മുടെ മീൻ കറിയിലേക്ക് പോവുകയാണ്. അപ്പോൾ മീൻ കറി എല്ലാം മീൻ കഷ്ണങ്ങളെല്ലാം നമ്മളുടെ അരപ്പിലേക്ക് നമ്മൾ ഇട്ട് കൊടുത്തു. നന്നായിട്ട് മുങ്ങിക്കിടക്കുന്ന വിധത്തിൽ നമ്മൾ വെള്ളം എടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് അതങ്ങനെ നമ്മൾ മൂടി വെച്ചിട്ട് ഒന്ന് അടപ്പൊരിത്തിരി തുറന്ന് വെച്ച് നമ്മൾ നല്ല തീയിലൊന്ന് തിളപ്പിക്കുക കേട്ടോ. കുറച്ച് നേരം തിളച്ച് കഴിയുമ്പോൾ ഒന്ന് സിമ്മാക്കി വെക്കുക. അപ്പോഴേക്കും നമ്മളുടെ എണ്ണയൊക്കെ തെളിഞ്ഞു വരും. അപ്പോൾ ഇവിടെ ഒരു സ്ഥലത്ത് ചെമ്മീൻ ഞാൻ നന്നാക്കി വറ്റിച്ച് വെച്ചിട്ടുണ്ട്. ഇത് നാളത്തേക്ക് എടുക്കാനുള്ളതാണ്. അപ്പോൾ അതങ്ങ് ഒരു സൈഡിലേക്ക് ഫ്രിഡ്ജിലോട്ട് മാറ്റി വെച്ചു. പിന്നെ നമ്മളുടെ ചാള പുരട്ടി വെച്ചിട്ടുണ്ട്, ചാള വറക്കാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഉച്ചക്കത്തെ ലഞ്ചിനെന്ന് പറയുന്നത് നല്ലൊരു കൊടംപുളിയൊക്കെ ഇട്ട മീൻ കറിയും പിന്നെ ചാള വറുത്തതുമാണ് കേട്ടോ. അപ്പോൾ ഒരു വശത്ത് നമ്മുടെ മീൻ കറി ഇവിടെ എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല ഭംഗിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഒന്നും കൂടി ഇത്തിരി നേരം വെച്ചു. അപ്പോൾ നന്നായിട്ട് ആ ചാറൊക്കെ കുറുകി നമ്മളുടെ എണ്ണയൊക്കെ തെളിഞ്ഞ് ഭംഗിയായിട്ട് കിട്ടി. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ലഞ്ചിന്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.